മന്ത്രശരീരം എന്ന് പറഞ്ഞ സൂക്ഷ്മശരീരത്തിൽപ്പെട്ടതാണ് അല്ല, അത് മന്ത്രം കൊണ്ട് മാത്രം നേടിയെടുക്കുന്ന സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കോശങ്ങളോടുകൂടിയ സാധനം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് 10 പ്രാണങ്ങൾ. പ്രാണൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കളി കളിക്കുന്നതാണ്. പ്രാണനൊരു വലിയ ആഹാരമാണ്. അതുകൊണ്ടാണ് തന്ത്രയോഗയിൽ ജമുക്കാളത്തിലോ പായിലോ ഒക്കെ കിടക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ അന്തരീക്ഷത്തിലെ മാലിന്യം മുഴുവൻ നിങ്ങളുടെ ബെഡിനകത്തുണ്ടാവും. അതുകൊണ്ട് അത് മുഴുവൻ ശ്വസിച്ച് കയറ്റിയാൽ ലങ് മുഴുവൻ പോക്കാവും. പ്രാണന്റെ കളിയാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് പ്രാണൻ ഏറ്റവും ശുദ്ധമായിരിക്കേണ്ടതാണ്. ശുദ്ധമായ പ്രാണനിലേക്ക് ഗുരുവിൻ്റെ പ്രാണൻ പ്രതിഷ്ഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു താന്ത്രികനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത് തൻ്റെ പ്രാണനെയാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. 5 പ്രാണൻ: നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇതിലെ 5 പ്രാണങ്ങളും 10 ഇന്ദ്രിയ ശക്തികളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന 4 അന്ധകരണവും ചേർന്ന് 19 എണ്ണത്തോടു കൂടിയതാണ് സൂക്ഷ്മ ശരീരം. കാരണശരീരം സുഷുപ്തിയിലാണ്. ഈ കാരണശരീരവുമല്ല സൂക്ഷ്മ ശരീരവുമല്ല മന്ത്രശരീരം. പരമ്പരയാ സൃഷ്ടിച്ചിട്ടുള്ള മന്ത്രം ദേവതയുടേതാണ്. ഏത് മന്ത്രമാണോ നിങ്ങൾ സ്വീകരിക്കുവാൻ പോകുന്നത്, അതിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രണവം സേതു തീർക്കുക എന്ന് പറയും. ഞാനത് പറഞ്ഞില്ല. സേതു എന്നൊന്നുണ്ട്, ഒരു പാലമുണ്ട്. അതിൽ ബ്രാഹ്മണനും ക്ഷത്രിയനുമുള്ളത് പ്രണവമാണ്. വൈശ്യനുള്ളത് ഭട്ട് എന്ന മന്ത്രമാണ്. അങ്ങനെയാണ് സേതു തീർക്കുന്നത്. അതിൽ ഓം അസ്ത്രായഹും ഭട്ട് എന്ന് ജപിക്കുമ്പോൾ തൻ്റെ ഈ ശരീരത്തെ കളയുകയും ദേവതാ ശരീരവുമായി ബന്ധിച്ച് ഒരു ബ്രിഡ്ജ് ഉണ്ടാവുകയും ഒരു പാലമുണ്ടാവുകയും ആ മന്ത്രശരീരം നമുക്കപ്പോൾ ലഭിക്കുകയും ചെയ്യും. ഈ മന്ത്രശരീരവുമായാണ് നാം ദേവതയെ പൂജിക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മുടെ പാപശരീരവുമായല്ല. പാപപുരുഷന് ആരാധനയില്ല. പാപപുരുഷനെ നമ്മൾ കത്തിച്ച് കളഞ്ഞിട്ട് ആണിതിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ചേതോഹരമായ അംശം. ജപിക്കുന്ന സമയത്ത് മാത്രമേ മന്ത്രശരീരമുള്ളൂ? അല്ല. ഒരിക്കൽ നിങ്ങൾ ദീക്ഷിതനായാൽ നിങ്ങൾക്ക് പിന്നെ ശരിയായി സൂക്ഷിക്കുമെങ്കിൽ മന്ത്രശരീരമേ ഉള്ളൂ. ഫിസിക്കൽ എയിൽമെന്റ്സ് വരാൻ പാടില്ലല്ലോ. ഫിസിക്കൽ എയിൽമെന്റ്സ്, അത് ഫിസിക്കൽ എയിൽമെന്റ്സ് ചിലത് അവർ കളിക്കുന്നത്, ചില ശിഷ്യന്മാർക്ക് വേണ്ടി കളിക്കുന്നത്, ചിലത് എപ്പോഴെങ്കിലും തൻ്റെ ശിഷ്യഗണങ്ങളിൽ ആരെങ്കിലും വഴിതെറ്റുന്നുവെന്ന് തോന്നിയാൽ എനിക്ക് പോലും ഈ എയിൽമെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, നീ സൂക്ഷിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് കർമ്മശരീരം കൊണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ എയിൽമെന്റ്സ് നിങ്ങളുടെ ഗുരുക്കന്മാരുടെയോ പരമ്പരാശ്ലേഷിതരായി നിന്നവരുടെയോ ശരീരത്തിൽ വന്നാൽ അത് കളിച്ചതുവരെയാകാം, ചിലപ്പോൾ ശരിക്കുള്ളതുമാകാം. ശരിക്കുള്ളതാണെങ്കിൽ പതനത്തിൻ്റെതാണ്. അത് നമ്മൾ പഠിക്കരുത്. അത് നമുക്ക് പഠിക്കാനുള്ളതല്ല, അത് അവരുടെ അനുഭവത്തിനുള്ളതാണ്. അത് നമ്മുടെ ചർച്ചയ്ക്കോ പഠനത്തിനോ പറ്റില്ല. കാരണം നമുക്ക് തിരിച്ചറിയില്ല. ഗുരുക്കന്മാരാണെങ്കിൽ അവർക്ക് അങ്ങനെ വരൂല, അവർ കളിക്കുന്നതാണ്. അവരാ സമയത്ത് കാണിക്കുന്ന വേദനയൊക്കെ നമ്മളെ പറ്റിക്കാനാണ്. അതിന് രാമായണകാരൻ പറയുന്നൊരു വാക്കാണ് അതിന്, മൂഢാത്മാക്കളെ ഒപ്പിക്കാൻ. മനസ്സിലായില്ല? അതിൽ ചില ആചാര്യന്മാര് അങ്ങനെയാണ്. പരശുരാമൻ ത്രിപുരയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരശുരാമൻ ഗുരുവിനെ കാണാൻ പോകുന്നു. പരശുരാമൻ എന്ന് പറഞ്ഞാൽ ഒരു ഗജപോക്രിയാണ്. അത് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ആ ശിഷ്യനും മകനും എഴുതുമ്പോൾ അതിനകത്ത് തന്നെ വള്ളത്തോളെന്ന് വരച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. വരജട വിവിധക്ഷമാല മന്തോൽ മരപുരി സർവശരീര ഭസ്മലേപം പരമിതുകളിൽ ഒന്നിലും മറഞ്ഞീലുരവറുമായുവ താപസന്റെ ദർപ്പം. ഇത്ര ഗംഭീരനാണ് ഈ സാധനം.
അതിൽ പറയുന്ന പോലെ തന്നെയാണ് ഇയാൾ ചെല്ലുന്നത്. ഗുരുവിനെ തേടിയാവും. ആദ്യം ഒരു ഗുരുവിൻ്റെ അടുക്കെ ചെന്നു. അപ്പോൾ ഗുരുവിനെ കണ്ടു. അപ്പോൾ ഗുരുവിനോട് ബലാത്കാരമായി ദീക്ഷ വാങ്ങിക്കുന്ന പോലെയാണ് ചെന്ന് ചോദിച്ചത്. അപ്പം ആദ്യം ഇയാളെ എടുത്തൊരു ഏറിറങ്ങി. ചോദിക്കാൻ കാരണം തന്നെ അതാണ്. ഇയാൾ വഴിയിലിങ്ങനെ തനിക്ക് ഒരു തടസ്സം പോലെയാണെന്ന് തോന്നിയപ്പോൾ എടുത്തൊരു ഏറ് വെച്ചു കൊടുത്തു. അയാൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പം അങ്ങാരാണെന്ന് ചോദിച്ചു. എൻ്റെ രാമ, നീ ആരാണെന്ന് പഠിക്കുക, അത് കഴിഞ്ഞ് പോലെ ഞാൻ ആരാണെന്ന് അന്വേഷിക്കാൻ. വല്ലാത്ത ഇതായി തോന്നി. അവിടെ വെച്ചൊരു തിരിവ് തിരിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കങ്ങ് ഉപദേശം തരണം. അത് ഞാനല്ല നിൻ്റെ ആള്. നിനക്ക് പറ്റൊരാൾ ഈ മലയുടെ അങ്ങേ ചെരുവിലിരിപ്പുണ്ട്, പോയി അവനെ എങ്ങാനും കാണും, അവൻ നിനക്ക് ഉപദേശം തരും. അപ്പോൾ ഇയാൾ നേരെ ഇറങ്ങി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം വലത്തെ തുടയിൽ ഒരു പെൺകുട്ടി, ഇടത്തെ തുടയിൽ ഒരു പെൺകുട്ടി, രണ്ടും നഗ്നയായിരിക്കുന്ന രണ്ട് പെൺകുട്ടികളോടുകൂടി മദ്യപിച്ചിരിക്കുന്ന ഒരു തന്നെയാണ് കാണുന്നത്. ഓ, ഇയാൾ എന്നെ പറ്റിക്കാൻ പറഞ്ഞു വിട്ടതാണ് എന്ന് വിചാരിച്ച് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ കൈകൊട്ടി വിളിക്കുന്നത്. ഈ കുടിയൻ, ഈ ആഭാസൻ കൈകൊട്ടി വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പെൺകുട്ടികളുമില്ല, മദ്യവുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ല. അതാണ് ദത്താത്രേയൻ. നേരെ എന്ന് നമസ്കരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ട് തീരുമാനിക്കും? ഏത് കണ്ടിട്ട് തീരുമാനിക്കും? ഗുരുക്കന്മാർ അവരുടെ പരമ്പരകളാണ്. അതിൽ നമുക്ക് തീരുമാനം എടുക്കാനൊന്നും ഒരു അവകാശവും. നമ്മുടെ ലൗകിക ബുദ്ധിക്കും നമ്മുടെ ലൗകിക ഇന്ദ്രിയങ്ങൾക്കുമൊന്നും എത്താവുന്ന ഹൈറ്റ്സ് അല്ല ഏലിയൻ ഹൈറ്റ്സ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാം. അത് വളരെ നല്ലതാണ്. ഒഴിഞ്ഞു മാറി നിൽക്കുന്നതുകൊണ്ട് ആരും ഒന്നും ചെയ്യാൻ. ചെന്ന് പെടുന്നെങ്കിൽ ഭംഗിയായി പെടണം, ഇല്ലെങ്കിൽ പെടരുത്. പെടുന്നെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച യുക്തികൾക്കപ്പുറത്തുള്ളൊരു യുക്തി ഒന്നുകിൽ തേടുകയോ അല്ലെങ്കിൽ ഒരു യുക്തിയും ഇല്ലാതെ ചെല്ലുകയോ ചെയ്യും. ഇന്നുവരെ പഠിച്ച യുക്തിയൊന്നും പോരാ ഇതളക്കാൻ. അപ്പോൾ വലിയൊരു അളവുകോല് കയ്യിലുണ്ടാവുക. ആ അളവുകോലിൽ അളന്നു കഴിഞ്ഞാൽ ക്ലിയറാണ്. ആ അളവുകോല് കയ്യിൽ കിട്ടുകയില്ലെങ്കിൽ ഒറ്റക്കാര്യം ചെയ്യുക, ഒരളവുകോലും വേണ്ട നോക്കുക, അങ്ങനെയൊന്നും കമിഴുക. ഒന്നുകിൽ ഏറ്റവും മനോഹരമായ അളവുകോൽ, ഇല്ലെങ്കിൽ അളവുകോലില്ലാത്ത അളവ്. Am I right?